ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദീകരണം തേടി ഹൈക്കോടതി. സർക്കാരിനോടാണ് വിശദീകരണം തേടിയത്. മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാനായി കോടതി മാറ്റിവെച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാടാണ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്? നീലിമ, ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്നാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ റാപ്പർ വേടൻ സമർപ്പിച്ചത്. ഇന്ന് ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. അടുത്ത ദിവസം ഹൈക്കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അന്നേ ദിവസം പോലീസ് സർക്കാർ അഭിഭാഷകൻ മുഖേന ഈ വിശദീകരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിക്കുകയും വേണം. പ്രധാനമായിട്ടും മുൻകൂർ ജാമ്യ ഹർജിയിൽ റാപ്പർ വേടൻ ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ എന്ന് പറയുന്നത് തനിക്കെതിരെ ഒരു സംഘം ആളുകൾ തന്റെ വ്യക്തിഹത്യ അല്ലെങ്കിൽ തന്റെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിൽ ചില ഭീഷണികൾ നടത്തുന്നുണ്ട്. അതിന്റെ ശ്രമങ്ങളും സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നാളുകളായിട്ട് തനിക്കും തന്റെ മാനേജർമാർക്കും നിരന്തരം ഭീഷണി കോളുകൾ വരുന്നുണ്ട്. സ്ത്രീ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ പരാതി നൽകുമെന്നുള്ളതാണ് ഈ ഭീഷണി കോളുകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസമാണ് നിലവിലെ പരാതിക്ക് പിന്നിലെ കാരണം. അതുമാത്രമല്ല, തന്റെ ഒരു ആരാധിക എന്നുള്ള രീതിയിലാണ് പരാതിക്കാരി തന്നെ സമീപിച്ചിരുന്നത്. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. താൻ ഏത് അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു വേടന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ അതോടൊപ്പം തന്നെ 2023 മാർച്ച് മാസം വരെ തുടർച്ചയായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു ഈ പറയുന്ന യുവ വനിതാ ഡോക്ടറുടെ പരാതി. ആ പരാതിയിൽ ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കേസെടുത്തത്. എന്തായാലും ഇനി സർക്കാരിന്റെ മറുപടിയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. സർക്കാർ ഏത് തരത്തിൽ വിശദീകരണം നൽകുന്നുവോ അതിനനുസരിച്ചായിരിക്കും സർക്കാർ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും എന്നതാണ് പ്രധാനം. ഇതുവരെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി അതുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.